അമേരിക്കൻ സൈന്യത്തിന് ചൈനയുടെ നേരിട്ടുള്ള മുന്നറിയിപ്പ്. ചൈന വീണ്ടും ദക്ഷിണ ചൈന കടലിൽ പടയൊരുക്കം കൂട്ടുന്നത് ആരെ ലക്ഷ്യമിട്ടാണ്? അന്താരാഷ്ട്ര കോടതി വിധി പോലും കാറ്റിൽ പറത്തി. ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാക്കാൻ ചൈന ഭൂപടത്തിൽ വരച്ചു ചേർത്ത ആ 9 വരകൾ അഥവാ 9-ലൈൻ വീണ്ടും ലോകത്തെ മറ്റൊരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. വെറും 5 ദിവസം മുൻപ് അമേരിക്കയും ഫിലിപ്പീൻസും സംയുക്തമായി നടത്തിയ കടൽ യുദ്ധ അഭ്യാസത്തിന് മറുപടിയായി തർക്കമേഖലയായ സ്കാർബറോ ഷോളിന് ചുറ്റും ചൈനീസ് കോസ്റ്റ് ഗാർഡും വ്യോമസേനയും സന്നാഹങ്ങളോടെ പെട്രോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ചൈനയുടെ ഈ കടുത്ത കടന്നുകയറ്റത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? സൂപ്പർ പവറായ അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ബീജിംഗിന്റെ ഈ ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തെ വിറപ്പിക്കുന്ന കടലിലെ ഒരു വലിയ അധിനിവേശത്തിന്റെ കഥയാണ്. എന്റെ പിന്നിലെ ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദക്ഷിണ ചൈന കടലിന് കുറുകെ യു ആകൃതിയിൽ കാണുന്ന ആ 9 ചുവന്ന വരകൾ. ലോക മാധ്യമങ്ങൾ ഇതിനെ 9-ലൈൻ എന്ന് വിളിക്കുന്നു. കേവലം പേന കൊണ്ട് വരച്ച 9 വരകൾ. പക്ഷേ ഇതിന് പിന്നിൽ ഒരു വലിയ രാജ്യത്തിന്റെ കടുത്ത സ്വാർത്ഥതയുടെയും കടന്നുകയറ്റത്തിന്റെയും കഥയുണ്ട്. ഈ കഥ തുടങ്ങുന്നത് 1947 അന്താരാഷ്ട്ര നിയമങ്ങളെയോ അയൽ രാജ്യങ്ങളുടെ അതിർത്തികളെയോ വകവെക്കാതെ ചൈനീസ് ഭരണകൂടം ഈ കടലിന്റെ ഏതാണ്ട് 90% തങ്ങളുടേതാണെന്ന് ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചു. ഫിലിപ്പീൻസും വിയറ്റ്നാമും മലേഷ്യയും ഒക്കെ തങ്ങളുടെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കടൽ പോലും ചൈന സ്വന്തം ഭൂപടത്തിൽ വരച്ചു ചേർത്തു. ചൈനയ്ക്ക് ഈ കടൽ വെറും ഒരു വാശിയല്ല, കാരണം ലോകത്തെ മൊത്തം നിയന്ത്രിക്കാനുള്ള താക്കോൽ അടിത്തട്ടിലുണ്ട്. ആഗോള വ്യാപാരത്തിന്റെ 1/3 ചരക്കു നീക്കവും നടക്കുന്നത് ഈ വഴിയിലൂടെയാണ്. അതിലുപരിയായി കോടിക്കണക്കിന് ബാരൽ ഇന്ധന ശേഖരമാണ് ഇതിന്റെ അടിയിലുള്ളത്. ഇതൊക്കെ കണ്ടാണ് 2014 അന്താരാഷ്ട്ര കോടതി ചൈനയ്ക്ക് കടുത്തൊരു താക്കീത് നൽകിയത്. ചൈനയുടെ ഈ 9-ലൈൻ അവകാശവാദത്തിന് യാതൊരു നിയമസാധുതയുമില്ലെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു. പക്ഷേ ഒരു വൻ ശക്തി ലോക നിയമങ്ങളെ എങ്ങനെ വെല്ലുവിളിക്കുന്നു എന്നതിന്റെ തെളിവാണ് പിന്നീട് നമ്മൾ കണ്ടത്. വിധി പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ചൈന എന്തു ചെയ്തു എന്നറിയാമോ? കടലിലെ ചെറിയ മണൽ തിട്ടകളിൽ വൻതോതിൽ മണ്ണടിച്ച് അവയെ കൃത്രിമ ദ്വീപുകളാക്കി മാറ്റി. വെറും ഒരു പാറക്കെട്ടായിരുന്ന ഇടങ്ങളിൽ ഇന്ന് ചൈനയുടെ അത്യാധുനിക മിലിറ്ററി ബേസുകളുണ്ട്, യുദ്ധ വിമാനങ്ങൾക്കുള്ള റൺവേകളുണ്ട്, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതായത് ഈ വഴി കടന്നു പോകുന്ന ഏത് അന്താരാഷ്ട്ര കപ്പലിനെയും തങ്ങളുടെ തോക്കിൻ മുനയിൽ നിർത്താൻ ചൈനയ്ക്ക് ഇന്ന് സാധിക്കുമെന്നർത്ഥം. ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ മേഖലയിൽ വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ഫിലിപ്പീൻസും അമേരിക്കയും ചേർന്ന് ഇതേ കടലിൽ 5 ദിവസത്തെ വൻ നാവികാഭ്യാസം നടത്തി. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സൈന്യത്തിന് നേരിട്ടുള്ള മുന്നറിയിപ്പുമായി ചൈന തങ്ങളുടെ വ്യോമസേനയെയും യുദ്ധ കപ്പലുകളെയും സ്കാർബറോ ഷോളിലേക്ക് പെട്രോളിങ്ങിനായി ഇറക്കിയിരിക്കുകയാണ്. ചൈനയുടെ ഈ കടന്നുകയറ്റങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഫിലിപ്പീൻസ് ഇപ്പോൾ പുതിയൊരു ആശയവിനിമയ തന്ത്രം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി പയറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചൈനീസ് കപ്പലുകൾ തങ്ങളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ തത്സമയം പുറത്തുവിടുകയാണ്. ഇതിന് മറുപടിയായി തങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്നവർക്ക് നേരെ ശക്തമായ നിയമ പാലന നടപടികൾ എടുക്കുമെന്നാണ് ബീജിംഗിന്റെ മുന്നറിയിപ്പ്. എന്തായാലും സിംഗപ്പൂരിൽ ലോക നേതാക്കൾ സുരക്ഷാ ചർച്ചകൾ നടത്തുമ്പോഴും കടലിൽ ചൈനയും അമേരിക്കയും നേർക്കുനേർ നിൽക്കുകയാണ്. ഭൂപടത്തിലെ ആ 9 വരകൾ ഇന്ന് ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ അരികിൽ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. കടലിലെ ഒരു ചെറിയ കപ്പൽ കൂട്ടിയിടിയോ ഒരു സൈനികന്റെ ചെറിയൊരു പിഴവോ പോലും വലിയൊരു ആഗോള യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം. നയതന്ത്ര മേശപ്പുറത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ദക്ഷിണ ചൈന കടലിൽ നിന്നും ഉയരുന്ന ഈ ഓളങ്ങൾ ലോകത്തിന്റെ സമാധാനം തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം.